നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാറിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച MDMA-യുമായി യുവാവ് പിടിയിൽ. മത്സ്യബന്ധനത്തിനിടെ അപകടം. കൂട്ടായി സ്വദേശി ആലപ്പുഴയിൽ മരണപ്പെട്ടു. നവീകരിച്ച കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡ് നാടിന് സമർപ്പിച്ചു. ഓണത്തുമ്പി വീഡിയോ ആൽബം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നു. തിരൂരിൽ ഓണച്ചന്തയ്ക്ക് ഇന്ന് തുടങ്ങും. വെങ്ങാലൂരിൽ പുതിയ സബ്സ്റ്റേഷൻ ആരംഭിക്കുന്നു. വിശദമായ വാർത്തകൾ. കാറിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച MDMA-യുമായി യുവാവ് പിടിയിൽ. കൽപ്പകഞ്ചേരി മേലങ്ങാടി ഒതനിയിൽ വീട്ടിൽ നൌഫലിനെയാണ് 37.83 ഗ്രാം MDMA-യുമായി പിടിച്ചത്. ഡ്രൈവറുടെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. കാറും കസ്റ്റഡിയിലെടുത്തു. തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഗ്രേഡ് SG സുനിൽ, പ്രിവന്റീവ് ഓഫീസർമാരായ N ബാലു, PA സുനീഷ്, AV ലെനിൻ, പ്രഭാകരൻ പള്ളത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ K മുഹമ്മദ് അലി, K റിബീഷ്, M ശ്രീജ, എക്സൈസ് KK ചന്ദ്രമോഹൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. വെട്ടം ന്യൂസ്, കൽപ്പകഞ്ചേരി. മത്സ്യബന്ധനത്തിനിടെ അപകടം. കൂട്ടായി സുൽത്താൻ വളവ് സ്വദേശി ചൊക്കിടിന്റെ പുരക്കൽ മൂസയുടെ മകൻ ഹംസക്കോയയാണ് ആലപ്പുഴയിൽ മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത്. മത്സ്യബന്ധനത്തിനിടെ കൂട്ടായി സ്വദേശി ഹംസക്കോയ ആലപ്പുഴയിലാണ് മരണപ്പെട്ടത്. മയ്യത്ത് ഖബറടക്കം ഇന്ന് കാലത്ത് 7:30 കൂട്ടായി പഴയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഭാര്യ ലൈല, മക്കൾ ഫർഹാന, ബാസിദ്, മുഹമ്മദ് റഷീദ്, ഇഷാം, സഹോദരങ്ങൾ ഫാറൂഖ്, തുഫൈൽ എന്നിവരാണ്. വെട്ടം ന്യൂസ്, കൂട്ടായി. കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് വീതി കൂട്ടി ആധുനിക രീതിയിൽ വികസിപ്പിക്കുന്നതിന് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കിഫ്ബി ഫണ്ടിൽ നിന്ന് 61.55 കോടി രൂപ ചെലവിൽ ഒന്നാം ഘട്ട നവീകരണം പൂർത്തിയാക്കിയ കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് വികസനത്തിന് കിഫ്ബിയുമായും ദേശീയപാത അതോറിറ്റിയുമായും ബന്ധപ്പെട്ട് ധനസഹായം ലഭ്യമാക്കാൻ ശ്രമിക്കും. ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ഈ വിമാനത്താവളത്തിലേക്ക് രാജ്യാന്തര നിലവാരമുള്ള റോഡ് ആവശ്യമാണ്. റോഡ് വികസനത്തിനുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യഘട്ടം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിർവഹിച്ചിട്ടുണ്ട്. രാമനാട്ടുകര മുതൽ എയർപോർട്ട് വരെയുള്ള ഭാഗമാണ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കിയത്. റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ശ്രമങ്ങളും പൊതുമരാമത്ത് വകുപ്പ് നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. പ്രസിഡന്റ് നൌഷർ കല്ലട അവരുടെ സാന്നിധ്യം ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുകയാണ്. കുറച്ചുകൂടെ വൈഡായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒക്കെ നമ്മുടെ വൈഡായിട്ട് നിൽക്കാം. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരുപാട് പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. എല്ലാം ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ വേദിയിൽ പ്രാർത്ഥനയ്ക്ക് വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്രീ അബൂബക്കർ, ശ്രീ ശ്രീജ ശ്രീധരൻ, ശ്രീ ഷിബിൻല. കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ എടവണ്ണപ്പാറ ഓട്ടുപാറ റോഡിന്റെ വികസനത്തിനും സാധ്യമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ
TV ഇബ്രാഹിം MLA അധ്യക്ഷനായി. ET മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയായി. കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീർ CA, കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ബിന്ദു, അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P റുക്കിയ ഷംസു, ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുംതാസ്, മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ബാബുരാജ്, വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK റഫീഖ് അഫ്സൽ, അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട, മറ്റ് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കേരള റോഡ് ഫണ്ട് ബോർഡ് പ്രൊജക്ട് ഡയറക്ടർ അശോക് കുമാർ, നോർത്ത് സർക്കിൾ ടീം ലീഡർ ദീപു S, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയ KA, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് വെട്ടം. അരുൺ പട്ടേരിപ്പാട് സംവിധാനം നിർവഹിച്ച ഓണത്തുമ്പി വീഡിയോ ആൽബം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുന്നു. മിഴിവേകി തുമ്പപ്പൂ, നിറമേകി കാക്കപ്പൂ എന്ന വരികളിൽ തുടങ്ങുന്ന ആൽബമാണ് നവമാധ്യമങ്ങളിൽ തരംഗമായത്. ഗൃഹാതുരത്വം ഉണർത്തുന്ന, ഓണക്കാലത്തെ ഓർമ്മകളെ ഉണർത്തുന്ന നിരവധി ദൃശ്യങ്ങളാണ് ഈ ആൽബത്തെ വേറിട്ടതാക്കുന്നത്. പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മലയാളികൾക്ക് ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണ് ഓണത്തുമ്പി എന്ന വീഡിയോ ആൽബം പകർന്നു നൽകുന്നത്. പൂക്കളം, തിരുവാതിരക്കളി എന്നിവയും ഒത്തൊരുമയുടെയും സൗഹൃദത്തിന്റെയും സമൃദ്ധിയുടെയും ഓണക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നതിനുള്ള അഭൂതപൂർവമായ നിമിഷങ്ങളാണ് ഈ ആൽബത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. കളിയാടാൻ വരുമോ നീയൻ പൊന്നോണപ്പൂത്തുമ്പി, കളിയാടാൻ വരുമോ നീയൻ പൊന്നോണപ്പൂത്തുമ്പി. കോട്ടക്കൽ കോവിലകം, വെങ്കിട്ടത്തേവർ ക്ഷേത്രം കോട്ടക്കൽ, ഒതുക്കില്ലം കേപുരം, നിറമരുതൂർ കാളാട് വാമനമൂർത്തി ക്ഷേത്രം എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം. രമ്യ സുധീഷാണ് നിർമ്മാണം. സുധീഷ് തറാലിന്റെ വരികൾക്ക് ഉദയരാജ് കേപുരമാണ് സംഗീതം പകർന്നത്. രഞ്ജിത്ത് കേപുരം, വിസ്മയ, അനുമിത എന്നിവരാണ് ഗാനമാലപിച്ചത്. ഛായാഗ്രഹണം രാജു രാമനാട്ടുകരയും, അസിസ്റ്റന്റ് ക്യാമറ നിഖിലും, എഡിറ്റിംഗ് നിയാസ് ഹുസൈനും, സഹസംവിധാനം രാഹുൽ M നാരായണനുമാണ് നിർവഹിച്ചത്. വെട്ടം ന്യൂസ്, തിരൂർ. ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഓണച്ചന്തയ്ക്ക് ഇന്ന് തുടക്കമായി. തിരൂർ സിവിൽ സ്റ്റേഷൻ റോഡിലുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് സമീപം ആരംഭിച്ച ചന്തയുടെ ഉദ്ഘാടനം തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ P രാമൻകുട്ടി നിർവഹിച്ചു. ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തിരൂരിൽ ഓണം ഫെയർ തുറന്നു. സെപ്റ്റംബർ 14 വരെയാണ് ഓണച്ചന്ത പ്രവർത്തിക്കുക. സപ്ലൈകോ ചന്തകളും പിന്നെ ഇതേപോലെ ഓണം ഫെയറുകളൊക്കെ തുടങ്ങാറുള്ളത്. അത് ഈ മാർക്കറ്റിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കും. കാരണം പൂഴ്ത്തിവെപ്പും മറ്റും കാര്യങ്ങളും ഇല്ലാതെ മാർക്കറ്റിൽ സാധനങ്ങൾ ലഭ്യമാകുമ്പോൾ മത്സരസജ്ജമായി നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ഇതിനെ കൊണ്ട് കഴിയും. പല ആൾക്കാർക്കും അതിൻ്റെ ഉപകാരം ഉണ്ടാവും. തീർച്ചയായിട്ടും വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാണ് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കാരണം കാണാൻ വിറ്റും ഓണം ഉണ്ണണമെന്നാണെങ്കിലും ഇത്തവണ വയനാട് ദുരന്തം നമ്മളെ എല്ലാ ആഘോഷങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടുണ്ട്. വളരെ സങ്കടത്തോടെയാണ് നമ്മളൊക്കെ ഈ ഓണത്തെ വരവേൽക്കുന്നത്. എന്നാലും കുട്ടികൾക്ക് വീട്ടിലെ ഗൃഹനാഥന്മാർ സദ്യ ഒരുക്കി കൊടുക്കുമ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് സപ്ലൈകോയിലൂടെ നിറവേറ്റുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ലളിതമായ രീതിയിൽ ചടങ്ങുകൾ നടത്തിയിരിക്കുന്നത്. നമ്മുടെ പൊതുവിപണിയിൽ സാധാരണ കുത്തനെ കയറുന്നതിന് ഈ ഓണക്കാലത്ത് തടയിടാൻ വേണ്ടി പൊതുവിപണികളിലുള്ള ഈ മത്സരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ചന്തകൾ തുടങ്ങുന്നത്. നമ്മുടെ ഇന്ന് ഈ തിരൂരിൻ്റെ പ്രദേശങ്ങളിൽ ധാരാളം ഓണച്ചന്തകൾ സംജാതമായിട്ടുണ്ട്. തിരൂർ ജില്ലാ ആശുപത്രി റോഡിൽ തിരൂർ സൂപ്പർ മാർക്കറ്റിന് സമീപം തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ P രാമൻകുട്ടി ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർ ജീന ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. P നന്ദൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് യൂസഫ്, രവീന്ദ്രൻ പള്ളിയേരി, യാസർ പയ്യോളി, ഭരതൻ വയ്യാട്ട്, പിമ്പുറത്ത് ശ്രീനിവാസൻ, CP ബാപ്പുട്ടി, ജോണി T മാത്യു, കാസിം ബാവ,
നാസർ കൊട്ടാരത്ത്, മുസ്തഫ എന്നിവർ സംസാരിച്ചു. CB ബീഷ് സ്വാഗതവും എസ് സന്ധ്യ നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ് തിരൂർ. ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയുടെ ഭാഗമായി KCB തലക്കാട് വെങ്ങാലൂരിൽ പുതിയ സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നു. ജില്ലയിലെ ആദ്യത്തെ ഗ്യാസ് ഇൻസ്റ്റലേറ്റർ സബ്സ്റ്റേഷനാണിത്. ലൈൻ വലിക്കലും സബ്സ്റ്റേഷൻ നിർമ്മാണവുമടക്കം 240 കോടി രൂപയുടെ പദ്ധതിയാണിത്. സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് മാത്രം 87 കോടി രൂപയോളമാകും. ഇതിന് 0.85 ഹെക്ടർ സ്ഥലം വെങ്ങാലൂരിൽ KCB ഏറ്റെടുത്തു. കുന്നംകുളത്ത് നിന്നാണ് ഇവിടേക്ക് ലൈൻ വലിക്കുന്നത്. ഇതിന്റെ പണി 50% പൂർത്തിയായി. ഊർജ്ജ കേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി മറ്റ് സബ്സ്റ്റേഷനുകളെ അപേക്ഷിച്ച് കുറച്ച് സ്ഥലം മതിയെന്നതും പ്രവർത്തന മികവുമാണ് പ്രത്യേകത. 220 kV ശക്തിയുള്ള സബ്സ്റ്റേഷൻ പൂർത്തിയായാൽ തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. വൈദ്യുത പ്രസരണ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സർക്കാരും KCBയും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ട്രാൻസ്ഗ്രിഡ്. ഇതുവഴിയാണ് ബംഗാളൂരിലും സബ്സ്റ്റേഷൻ നിർമ്മാണം തുടങ്ങുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനും തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം നടത്താനും സാധിക്കും. നിലവിൽ 110 kV ശക്തിയുള്ള തിരൂർ സബ്സ്റ്റേഷനെയാണ് പ്രദേശത്താകെ ആശ്രയിക്കുന്നത്. വേനൽക്കാലത്തും മറ്റും രാത്രി ഓവർലോഡാകുന്നതോടെ വൈദ്യുതി പോകുന്നത് പതിവാണ്. ഇത് പരിഹരിക്കാൻ പുതിയ സബ്സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. പദ്ധതിയുടെ നിർമ്മാണം 23-ന് രാവിലെ 10:30 തലക്കാട് പുല്ലൂരാലിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ഭാരവാഹികൾ കുറുക്കോളി മൊയ്തീൻ MLA, ട്രാൻസിസ്റ്റ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ CM റഷീദ് എന്നിവരാണ്. വെട്ട ന്യൂസ് ബംഗാളൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.